ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലെ വളരെ രുചികരമായൊരു മുട്ടക്കൽമാസ തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു കടായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിലോ വെളിച്ചെണ്ണയോ അത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ച 3 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള ചേർക്കുമ്പോൾ നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു 3 സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാൻ ഇതേപോലെ ഒന്ന് ഉപ്പ് ചേർത്തിട്ട് എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ഒന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു സവാള നമുക്ക് ഒരു 70 അല്ലെങ്കിൽ 80% നമുക്കിതൊന്ന് വെന്ത് കിട്ടണം. അപ്പോൾ കണ്ടോ, നമ്മളൊരു കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ സവാള ഇതേപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് നല്ലപോലെ. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് 1 സ്പൂണ് ചതച്ചത് ഞാനിതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണ് ഇഞ്ചിയും 1/2 സ്പൂണ് വെളുത്തുള്ളിയും നമ്മൾ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതുപോലെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിൽ നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വഴറ്റുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട് നോക്കിയിട്ട് മാത്രം രണ്ടാമത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ, അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ മുട്ടയ്ക്ക് പകരം ചിക്കനോ ബീഫോ വേവിച്ചത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതിൽ ഒരു മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതുപോലെ ഒരു മുട്ട ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു മുട്ട നന്നായിട്ടൊന്ന് മിക്സായി റെഡി ആവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതൊക്കെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ അരി തയ്യാറാക്കണം. അപ്പം അതിന് വേണ്ടി ഞാനിതുപോലൊരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് വലിയ ജീരകം ഞാൻ ചേർത്തു. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഞാനിതിലെടുത്തത്. എന്നിട്ട് നമുക്കിത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലൊന്ന് നന്നായിട്ട് അരക്കണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക. ഇനി ഞാനിത് പത്തലിനൊക്കെ എടുക്കുന്ന നമ്മുടെ അരിയാണ് കേട്ടോ എടുത്തത്, ഗ്രൈൻഡറിൽ അരച്ചതാണ്. അപ്പം നിങ്ങൾ പത്തിരിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ സാധാരണ പത്തിരി ചൂടുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പമൊക്കെ ചൂടില്ലേ ആ ഒരു പരുവത്തിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ചെടുത്ത ശേഷം ഇതേപോലെ നമ്മുടെ ഈ ഒരു തേങ്ങയുടെ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരിയായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു നന്നായിട്ട് കുഴച്ച് എടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ആയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാൻ 5 മുട്ടക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 5 മുട്ട നമുക്കിതുപോലെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ട ഞാൻ 4 പീസാക്കിയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഈ ഒരു കൽമാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണ നമ്മുടെ കയ്യിലാക്കിയിട്ട് ഈ ഒരു അരി നമ്മുടെ കയ്യിൽ പറ്റി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എണ്ണ കയ്യിലാക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ ഒരു അരി ഇതുപോലെ ചെറിയ ബോൾ നമുക്ക് ആക്കിയെടുത്ത ശേഷം ഇതേപോലെ ഈ ഒരു ഫില്ലിങ് നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കാം. നമ്മുടെ മുട്ടയും ഉള്ളിയൊക്കെ ഉള്ള ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഒരു മുട്ട ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഉന്നക്കായൊക്കെ ആക്കിയെടുക്കില്ലേ അതേപോലെ നമുക്കിതൊന്ന് മടക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്കിതിൽ മുട്ട നമ്മൾ ഇതിൽ വെക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊരു വലിയൊരു സൈസിലാണ് നമുക്ക് കിട്ടുക. ഒട്ടും നമുക്ക് ചെറുതായിട്ട് ഇത് കിട്ടുകയല്ല, ലേശം ഒരു വലിപ്പം ഉണ്ടാവും. അപ്പം ഞാനിതുപോലെ 4 കേട്ടോ ചെയ്തത്. ഇനി നമുക്കിതൊന്ന്
വേവിച്ചെടുക്കണം. അപ്പം ഞാനിതുപോലൊരു മൂടിച്ചമ്പ് വെച്ചിട്ട് വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മിക്സ് തയ്യാറാക്കാം. അപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ 2 സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒരു മിക്സ് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ യോജിപ്പിച്ച ശേഷം നമ്മുടെ കൽമാസമൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ എന്ത് ചെയ്യാം, ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്യാനാക്കില്ല, അതേപോലെ തന്നെയാണ് ഇതും നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലൊരു കടായി വെച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ എണ്ണ നമ്മൾ കുറച്ച് മാത്രമാണ് കേട്ടോ, നമ്മൾ മീനൊക്കെ പൊരിക്കാൻ എണ്ണ എടുക്കില്ല, അതുപോലെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വശത്തും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണ ഇല്ലാത്ത ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി ഒന്ന് എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് ഓയിൽ ഞാൻ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിതിൻ്റെ ഒരു മസാലയുടെ ആ ഒരു ചുവ ഒന്ന് പോകണമെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഫ്രൈ ആയ ശേഷം ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയിട്ടുണ്ട് എല്ലാം ഒന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ഫ്രൈ ചെയ്തോട്ടോ. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ളത് കൂടി ഇട്ട് കൊടുക്കണം ഇതിലേക്ക്. ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ എണ്ണ ആവശ്യമുണ്ട്, നമ്മൾ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മുട്ടക്കൽമാസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. മുട്ട മാത്രം ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തൊരു കൽമാസാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.